ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു കടപ്പ ചെയ്ത് നോക്കാം. കടപ്പയെന്ന് പറഞ്ഞാൽ എന്തുവെന്ന് എല്ലാവരും ഓർക്കുമല്ലേ, അതൊരു കറിയാണ്. തമിഴ്നാടിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് കടപ്പയെന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഫേമസ് ആണ് കടപ്പ. എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അധികമായി ഒന്ന് പറയാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെറുപയർ പരിപ്പും ഉരുളക്കിഴങ്ങും കൊണ്ടിട്ടാണ് കറി വെക്കുന്നത്. അത് ഞാനത് മെത്തഡെല്ലാം കാണിച്ചു തരാം. അതിനു മുൻപ് അത് നമുക്ക് ദോശയ്ക്ക്, ഇഡലിക്ക്, പിന്നെ ചപ്പാത്തി, പൂരി, ചോറിന് എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം അതിന് എരിവ് കുറവാണ് ആ കറിക്ക്. എൻ്റെ മദറിൻലോ ഉള്ളപ്പം പുള്ളിക്കാരി മിക്കവാറും ചപ്പാത്തിക്ക് വെക്കുന്ന ഒരു കറിയാണ്, ചപ്പാത്തി പൂരിക്ക് വെക്കുന്ന ഒരു കറിയാണ്. ഇപ്പം ഞാനെന്നാ ഓർത്ത് ഇന്ന് വൈകിട്ട് നമുക്ക് ഇഡലിയാണ്. അപ്പോൾ ഇഡലിക്ക് അതങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് വേണ്ടിയത് നമുക്ക് ചെറുപയർ പരിപ്പാണ്. ഈ ചെറുപയർ പരിപ്പ് നമുക്ക് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടാക്കി വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്തിട്ട് നമുക്കൊരു 4 വിസിൽ വിട്ടെടുക്കാം. ആദ്യം നമുക്ക് ആ പ്രൊസീജിയർ ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറുപയർ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി ഒന്നും കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മൾ ചൂടാക്കാതെ എടുക്കുവാണെങ്കിൽ എത്ര നമ്മൾ വേവിച്ചാലും ഈ ചെറുപയർ പരിപ്പിന് ഒരു പ്രത്യേക ഒരു മണമുണ്ട്. ആ മണം വരും നമുക്ക്. പിന്നെ ടേസ്റ്റ് കൂടുതൽ നമ്മൾ വറുത്ത് കറി വെക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. നമ്മുടെ ചെറുപയർ പരിപ്പ് ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കളറൊന്നും മാറിയിട്ടൊന്നുമില്ല. നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനൊന്നും നിൽക്കേണ്ട, വെള്ളം ഒഴിച്ചതൊന്നും കഴുകിയെടുത്ത് കൊണ്ടുവരാം. വീഡിയോ കോൾ വിളിക്കുന്നു മോളാണ്, ഇരട്ടപ്പിള്ളേരെ കാണിക്കാനാണ്. അങ്ങനെ നമ്മുടെ പയറിവിടെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചെറുപയർ പരിപ്പൊക്കെ, ഒരു പയറല്ല ചെറുപയർ പരിപ്പ് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കുക്കറിനകത്തോട്ടിട്ട് ഒരു 3 അല്ല 4 വിസിലിടാം. നമ്മളിപ്പോൾ 1 കപ്പ് 3/4 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട്. 1 കപ്പ് ശകലം നെയ്യും കൂടി ഇട്ട് കൊടുത്തേച്ച് നമുക്ക് അതൊന്ന് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വിസിൽ വിടാം. അവിടെ ഇരുന്ന് ഒരു 3 വിസിൽ 3 അല്ല 4 വിസിൽ വരട്ടെ. ചെറുപയർ പരിപ്പ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുവേ. ഇനി നമുക്ക് വേണ്ടിയത് പിന്നെ തേങ്ങയാണ്. ഞാൻ ഒരു
1 കപ്പ് തേങ്ങയും ശകലം ജീരകവും കൂടെ, അത് മാത്രം, വേറെ ഒന്നും വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ ശകലം പൊട്ടുകടല അരയ്ക്കാം. പക്ഷെ ഞാനിപ്പോൾ അരയ്ക്കുന്നില്ല, കാരണം നമ്മുടെ ചെറുപയർ പരിപ്പിട്ട് കഴിഞ്ഞാലേ കറി നല്ല ഗട്ടിയായിട്ടാണ് വരുന്നത്. നമുക്ക് അത് ചെയ്ത് നോക്കാം. ആദ്യം തേങ്ങ അരയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നന്നായിട്ട്. അതിനകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ജീരകം അരച്ചതാണ്, എന്നാലും നമ്മൾ ഇച്ചിരി ജീരകം കൂടി ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട പിറക് അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ഞാനിപ്പോൾ ഒരു സവാള, വലിയൊരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഇല്ല ചുമന്ന മുളകാണെങ്കിൽ വറ്റൽമുളകാണെങ്കിൽ അത് ചേർക്കാം. ഇത് നല്ല നീളമുള്ള എരിവ് കുറഞ്ഞ മുളകാണ്. ഞാനൊരു 3 മുളക് എടുത്തിട്ടുണ്ട്. ഇതിന് എരിവില്ല, ഇവിടെ ആർക്കും അത്ര എരിവ് താല്പര്യമില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം നമുക്കിത്. നമ്മുടെ ഉള്ളി അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിനകത്തോട്ട് ഒരു തക്കാളി, ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ് അതുകൂടെ ചേർക്കുകയാണ്. അത് ഇട്ട് നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞങ്ങൾക്കിവിടെ വൈകിട്ട് ചോറില്ല, ഞങ്ങളുടെ ടിഫിനാണ് കൂടുതൽ. അച്ഛന് മസ്റ്റാണ്, അച്ഛൻ ചോറ് കഴിച്ചിട്ടേ ഇല്ല. അച്ഛന് നൈറ്റിന് ടിഫിൻ. ഞങ്ങൾ ഹസ്ബൻഡും മോനും ഞാനൊക്കെ ആണെങ്കിലും പിന്നെയും കഴിക്കും, അച്ഛനൊട്ടും കഴിക്കത്തില്ല. അച്ഛന് പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട. 2 ഗോതമ്പ് ദോശ ആണെങ്കിലും പുള്ളിക്കാരന് അതൊക്കെ മതി. അപ്പോൾ ഇന്ന് ഇഡലി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇഡലിക്കൊരു കടപ്പക്കറിയാകട്ടല്ലോ എന്ന് കരുതി. കൂട്ടുകാരെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഉപേക്ഷ വിചാരിക്കരുത്. നമ്മുടെ തക്കാളി അങ്ങനെ ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ച് ഒരു ശകല ഉപ്പും കൂടി ഇട്ട്, ഇപ്പം ഉപ്പിടുന്നില്ല, ഒരു ശകല ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയണം. ഗൈസ്, അങ്ങനെ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പിൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് പോയി കിട്ടണം. അതുകൊണ്ട് അത് നമുക്കൊന്ന് ആദ്യമേ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലൊന്ന് ആ പച്ചവാസന ഒന്ന് പോയി കിട്ടണം. നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ 2 ഉരുളക്കിഴങ്ങ് അത് ഞാൻ കുക്കറിനകത്തിട്ട് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇച്ചിരി വലുതായിട്ടിരുന്നാലും കുഴപ്പമില്ല, ഒത്തിരി അങ്ങ് പൊടിയാക്കരുത്.
ഈ കറി ഒത്തിരി നീണ്ടിരിക്കരുത് കേട്ടോ, നീണ്ടിരുന്നാൽ കൊള്ളത്തില്ല. ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പെല്ലാം ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്, കറി സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ കടപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേര് പോലെ തന്നെ ഒരു അടിപൊളിയാണ് കറി. നമുക്കിവിടെ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, കറി തീർന്നു. സ്റ്റവ് ഓഫ് ചെയ്യാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ സൂപ്പർ ഇഡ്ഡലി, പഞ്ഞി പോലത്തെ ഇഡ്ഡലി കണ്ടോ, പഞ്ഞി പോലെ ഇഡ്ഡലി ഇരിക്കുന്നത്. ഇഡ്ഡലി നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ കടപ്പ, മനസ്സിലായോ? കടപ്പ എന്ന് പറയും. എന്താ കടപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം കൂടാ. അടിപൊളി ടേസ്റ്റാണ്, കോമ്പിനേഷൻ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.